പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുകയാണ്, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. മാ ഖദ്ദംതു, ഞാൻ ചെയ്തു കഴിഞ്ഞ പാപങ്ങൾ, എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഈ നിമിഷം വരെയുള്ള ഓരോ വഖത്തിന് പോകുമ്പോഴും ഇത് റബ്ബിനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. കേവലം ഒരു പോയി വരവ് മാത്രമല്ല വേണ്ടത്, മറിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിൽ വിചാരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിയ്യത്തില്ലെങ്കിലൊക്കെ ഒരു ചടങ്ങായിത്തീരും. ഈ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. വമാ അഖ്റതു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പാപങ്ങളും എൻ്റെ ഭാവി ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ. കാരണം നമ്മളെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ കഴിഞ്ഞുപോയ കാലവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മരണം വരെ, മരണത്തിന് ശേഷവും നമ്മളിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായി അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ ആ റബ്ബിനോട് നമ്മുടെ കഴിവ് കുറവുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, കഴിഞ്ഞു പോയ പാപങ്ങൾ, ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് വിശ്വാസികളോട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കണമെന്ന്. അപ്പം കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടായെങ്കിലേ നാളേക്ക് വേണ്ടി നന്നാകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് പുറത്തു തരാൻ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പാപങ്ങളും റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും വേണം. മുൻകൂർ ജാമ്യം എടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ ആകും എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. സംഭവിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല, ഒരു മുൻകൂറായി പറഞ്ഞിടുക. ഇത് ഭാവിയിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദമല്ല, മറിച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ അഥവാ തെറ്റ് സംഭവിച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, മനുഷ്യൻ ആദമിൻ്റെ പുത്രൻ ആദം സന്തതി തെറ്റ് ചെയ്യുന്നവനാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഖൈറുൽ ഖത്വാഈന മിനത് തവ്വാബീൻ, അതാരാ? തൗബ ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, എൻ്റെ വരാനിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് നീ പുറത്തു തരണേ. ഇനിയാണ് അതിലും വലിയത്, വമാ അസ്റർതു വമാ അഅലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണരുത്, ആരെങ്കിലും കണ്ടാലോ എന്ന ഒരു ഉൾഭയത്തോടു കൂടി, എന്ന ഒരു ലജ്ജയോടുകൂടി, എന്നൊരു മനക്കുത്തോടു കൂടി നാം ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് എന്ന് തോന്നിപ്പോകുന്ന തിന്മകൾ, പടച്ച റബ്ബേ അതെനിക്ക് പുറത്തു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. കാരണം എന്താ? റബ്ബ് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തതൊക്കെ. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് റബ്ബ്. യഅലമു ഖായിനത്തൽ അയൂനി വമാ തുഖ്ഫിസ് സുദൂർ, നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ് റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല, മനുഷ്യരെ മറപ്പിച്ചുകൊണ്ട്, മനുഷ്യരുടെ കണ്ണിൽ പെടാതെ നമ്മൾ ഒളിഞ്ഞും പൂഴ്ത്തിയും ചെയ്യുന്ന തിന്മകൾ ഒരിക്കലും മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നു എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നാം
ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാലോ വല യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. പടച്ച റബ്ബ് പറയാം, അള്ളാഹിനെ ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യന്മാരെ ഒളിപ്പിച്ചു വെക്കാൻ, ഒളിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ ആളുകൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും വന്നിട്ടുള്ള പാപങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, എനിക്ക് നീ പുറത്തു തരണേ. ഇനിയോ അതിലും വലുതാണ് അടുത്ത വാചകം, വമാ അസ്റഫ്തു, ഇസ്റാഫ് സംഭവിച്ചത്. ഒരു തെറ്റന്നെ ഇങ്ങനെ നിരവധി തവണ ചെയ്തത്. സാധാരണ ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടു, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സെയിൽസ് വകുപ്പിലും പിന്നെ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ പെട്രോൾ ബില്ല് മോഷ്ടിക്കണ ഒരു സംഗതി ഒരാൾ പിന്നെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിങ്ങാണ്ട്. ഒരിക്കലും അത് ചെയ്യരുത് വിശ്വാസികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു തെറ്റന്നെ ആവർത്തിച്ച് ചെയ്യുക. മോഷണമാണെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുക പിടിക്കപ്പെടുന്നത് വരെ. അതല്ലെങ്കിൽ വ്യഭിചാരമാണെങ്കിൽ, പലിശയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ വലിയതോ വൻപാപങ്ങളിൽപ്പെട്ടതോ ചെറിയ പാപങ്ങളിൽപ്പെട്ടതോ ആയ തിന്മകൾ, പാപങ്ങൾ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചോനെ അതെനിക്ക് പുറത്തു തരണേ. വമാ അസ്റഫ്തു, ഞാൻ ആവർത്തിച്ച് ചെയ്തുന്ന അതിര് കവിഞ്ഞത്, ഒരു പാപം ചെയ്ത് ആ പാപത്തിൽ അതിര് കവിഞ്ഞത് എനിക്ക് നീ പുറത്തു തരണേ. എന്നിട്ട് നമ്മൾ പറയണത് എന്താ അറിയോ, വമാ അൻത അഅലമു ബിഹി മിന്നി, കാരണം ഇതൊക്കെ ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്നെക്കാൾ കൂടുതൽ നന്നായി ആർക്കറിയാം? റബ്ബേ നിനക്കറിയാം. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത. ഔദാര്യമോ ശിക്ഷയോ നൽകുകയാണെങ്കിൽ മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും നീയാണ്. നീ ഔദാര്യം തരാണെങ്കിൽ അത് നേരത്തെ തരുന്നവനും നീയാണ്, അല്ല വൈകിപ്പിക്കുന്നവനും നീയാണ്. കാരുണ്യം കാണിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ തരുന്നവനും പിടിച്ചു വെക്കുന്നവനും നീയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ എന്ന് പടച്ചോനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നോക്കി നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അറുത്തറിഞ്ഞ് മനസ്സുകൊണ്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ? ഇത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ അതീവ ശ്രദ്ധ നമുക്ക് വേണം. പിന്നെ നമ്മൾ രക്ഷ തേടുക. നമ്മൾ ഈ ഏറ്റുപറച്ചിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ റബ്ബിനോട് രക്ഷ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാകട്ടെ ദുനിയാവിലും പരലോകത്തും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്താ നമ്മൾ പറയുന്നത് എന്നറിയോ? എന്താ റബ്ബിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബർ, ഇന്ന് ഈ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ നമ്മൾ ഓരോരുത്തരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഒരല്പസമയം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് നിന്നാൽ ഈ ഇരിക്കുന്ന നമ്മുടെ പേര് മാറി മറ്റൊരു പേര് നമ്മിലേക്ക് ചാർത്തപ്പെടും. തൊട്ടടുത്ത സെക്കൻഡ് മുതൽ നമ്മൾ ഈ ദുനിയാവിനപ്പുറത്തുള്ള പരലോക ജീവിതത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ ജീവിതം, ബർസഖിയായ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന രംഗങ്ങളെക്കുറിച്ച്, അതിൽ ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. ഇതൊന്നും ഇങ്ങനെ മനസ്സിക്ക് വരാതെ കേവലം ഇങ്ങനെ വിരലനക്കിങ്ങോണ്ടോ വിരലനക്കാതെ ഏത് ഏത് രൂപത്തിലാണെങ്കിലും ശരി എന്തു ചെയ്യാണ്? ഇതിങ്ങനെ ചൊല്ലിപ്പറഞ്ഞാണ്ട് സലാം വീട്ടുമ്പോൾ സലാം വീട്ടിങ്ങാണ്ട് തിരിച്ചു പോരുകയാണ്. അങ്ങനെയല്ല ഒരു വിശ്വാസിയുടെ നമസ്കാരം, അങ്ങനെയായിക്കൂടാ. ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ ചോദിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല ഖബർ ശിക്ഷയെ തൊട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ രണ്ടാൾ വരികയും റസൂലിനെ കൂട്ടിക്കൊണ്ടുപോവുകയും ആ യാത്രയിൽ റസൂൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് റസൂൽ പിറ്റേ ദിവസം രാവിലെ സ്വഹാബത്തിന് മുമ്പിൽ വിശദീകരിക്കുന്നതുമായ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലും
ബുഖാരിയിലുമൊക്കെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ പഠിച്ചിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവന് ലഭിച്ച ശിക്ഷ, ഏഷണിയും പരദൂഷണവുമായി നടന്നവന് കിട്ടിയ ശിക്ഷ, അതുപോലെ തന്നെ പലിശക്കാരനുള്ള ശിക്ഷ, വ്യഭിചാരിക്കുള്ള ശിക്ഷ, ഇതൊക്കെ റസൂൽ ആ കാഴ്ചയിൽ കണ്ടതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഖബർ ശിക്ഷയെക്കുറിച്ച്, ഖബറിലെ ശിക്ഷയെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. പിന്നെയോ വമിൻ അദാബിന്നാർ, അതിലും വലുത് പടച്ച റബ്ബേ, നരകത്തിലെ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മുടെ അമലുകൾ തൂക്കി നോക്കി നമ്മുടെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ദുഷ്കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുമ്പോൾ സ്വർഗമാണ് ലഭിക്കുന്നത് എങ്കിൽ സൗഭാഗ്യവാന്മാരാണ്. നേരെ മറിച്ചാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ആ ശിക്ഷയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ് യാതൊരു ശ്രദ്ധയുമില്ലാതെ. അങ്ങനെ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലുന്ന ഓരോ വചനവും ഓരോ വാക്കും ശ്രദ്ധയോടുകൂടിയായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. അപ്പോൾ ഖബറിനെ തൊട്ട്, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ ചോദിച്ചു, നരകത്തെ തൊട്ട് രക്ഷ ചോദിച്ചു. ഇനിയോ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, ദുനിയാവിലെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളെ തൊട്ടും മരണത്തെ തൊട്ടുള്ള മരണത്തിലും അതിനുശേഷവും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ തൊട്ടും റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണ്. ഇതൊന്നും വിശദീകരിക്കുന്നില്ല സമയക്കുറവ് കൊണ്ട്. അവസാനമായി പറയുന്നത് എന്താണെന്നറിയോ? വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും. ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയാണ്. ലോകത്ത് വരാനിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഫിത്ന, പരീക്ഷണം ദജ്ജാലിനെ കൊണ്ടുണ്ടാകുന്ന പരീക്ഷണമാണ്. ലോകത്ത് വന്ന ഒരു പ്രവാചകനും ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ പോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.